ഹായ് ഓൾ, കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചെട്ടിനാടേക്കാണ്. അപ്പോൾ ചെട്ടിനാട് പോകാൻ വേണ്ടി ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് കാരക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് രാവിലെ ഇറങ്ങി രാവിലെ തന്നെ നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ച് കിടിലൻ ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഏതായാലും കഴിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ലൊരു കിടിലൻ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി മെല്ലെ ഇവിടുന്ന് അങ്ങ് പോകാം. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ ആദംകുടിയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആദംകുടി പോകണമെങ്കിൽ അതൊരു ചെറിയൊരു ഉൾഗ്രാമമാണ്. അതായത് നമുക്ക് എപ്പോഴും ബസ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് കാരക്കുടി വെയിറ്റ് ചെയ്ത ശേഷമാണ് എനിക്ക് ആദംകുടിയിലേക്കുള്ള ബസ് കിട്ടിയത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു എപ്പോഴും അവിടേക്ക് ബസ്സൊന്നുമില്ല, അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി. ഈ ആദംകുടിയിലേക്ക് പോകുന്ന സ്ഥലങ്ങളില്ലേ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള സ്ഥലം പോലെയൊക്കെ തോന്നും. അങ്ങനെ അങ്ങനെ ആദംകുടി പോകുന്ന വഴിക്കുള്ള ഒരു മെയിൻ സ്ഥലമാണിത്. വീക്കൊണ്ടൻ തിരുവായാൽ, അങ്ങനെ എന്തായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ബസ്സുണ്ട് ഇവിടുന്ന് ചുറ്റി വരുന്നുണ്ട്. അപ്പോൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ഈ ഗ്രാമത്തിലൊരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലെയാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞത്. ഈ ഒരു ബസ് സ്റ്റാൻഡുള്ള സ്ഥലത്ത് ഇവരെത്തുമ്പോൾ ഇവരിങ്ങനെ ചുറ്റിയിട്ട് വരും. അവിടുന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഏകദേശം ആദംകുടി നമ്മൾ അടുത്തെത്താറ്. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ പഴയ പാലസൊക്കെ കാണും, പക്ഷെ അതൊന്നും അത്ര മെയിൻറ്റൈൻഡ് അല്ല, ആരും അങ്ങനെ താമസിക്കുന്നതായിട്ടും കാണുന്നില്ല. പക്ഷെ നമ്മൾ പോകുന്ന ഈ ഒരു പാലസ്, ഇതാണ് നമുക്ക് ഈ കയറേണ്ട പാലസ്. ഇതാണ് ആദംകുടി പാലസ്. ഇത് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പാലസ്. ആദ്യം തന്നെ ഇവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഈ ഒരു പാലസിൽ ഏകദേശം 60ഓളം റൂമുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈൽസൊക്കെ ആദംകുടി ടൈൽസാണ്. ഏകദേശം 1929 മുതൽ 1932 ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പാലസ് പണിതിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇതിൻ്റെ പേര് വേറൊരു പേരായിരുന്നു, എന്തോ ഒരു ശ്രീലക്ഷ്മി വില്ല എന്നെങ്ങാനായിരുന്നു ആദ്യം ഇതിൻ്റെ ഒരു പേരുണ്ടായിരുന്നത്. പിന്നെയാണ് ഇപ്പോൾ ആദംകുടി പാലസ് എന്ന് ഇതറിയപ്പെട്ടത്. ഏകദേശം 150ഓളം കലാകാരന്മാർ ഈ ഒരു പാലസ് പണിയാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഈ പാലസിൻ്റെ കുറച്ച് അകത്തെ കാഴ്ചകൾ നമുക്കിനി കാണാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ നില. ഇവിടെ ഞാൻ ഏകദേശം പറഞ്ഞില്ല, ഏകദേശം 60ഓളം റൂമുകൾ ഉണ്ട്. പക്ഷേ അത്രയും റൂമുകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കുറേ റൂമൊക്കെ ലോക്കാണ്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലുള്ള പാലസൊക്കെ ഏകദേശം കണ്ടാലെല്ലാം സെയിം ആയിട്ട് തോന്നും. കാരണം ഇതെല്ലാം ഒരു ടിപ്പിക്കൽ ചെട്ടിനാട് ടൈലല്ല, ടിപ്പിക്കൽ ചെട്ടിനാട് സ്റ്റൈൽ പാലസ് ആയിരിക്കും. അതായത് ആദ്യം തന്നെ ആ കയറുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അതാണ് ആ ടിപ്പിക്കൽ ചെട്ടിനാട് സ്റ്റൈൽ.
ഈ ഒരു സ്ഥലമൊക്കെ അത്യാവശ്യം നല്ല പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാണാൻ നല്ല രസമുള്ള രീതിയിൽ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പാലസിലെ തന്നെ ജനൽ തുറന്നപ്പോൾ വേറൊരു സ്ഥലം കണ്ടത്. എനിക്കൊന്നും ഇത് ഈ പാലസിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല, പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു, കാരണം അവിടെ ഒരു ക്ലോസ്ഡ് ആണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു പാലസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട സ്ഥലം തന്നെ. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ഏരിയയില്ലേ, ഇത് കാണാൻ എന്തോ പ്രത്യേക രസമുണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിലോട്ട് ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ലോക്കാണ്. അങ്ങനെ ആ ഒരു പാലസ് അത്യാവശ്യം സമയമെടുത്ത് ചുറ്റി കണ്ട ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഈ പുറത്തുനിന്ന് ഈ പാലസ് കാണാനുള്ള കാഴ്ച. ഈ ഒരു വ്യൂ ആണ് നമ്മൾ ഈ പാലസിൻ്റെ ഏറ്റവും, അതായത് നമ്മൾ റോഡുമെന്ന് നോക്കുമ്പോൾ കാണുമ്പോഴുള്ള വ്യൂ. ഇത്രയും വലുതാണ് ഈ ആദംകുടി പാലസ്. ഇനി ഇതിലും വലുതാണ് നമ്മളിനി കാണാൻ പോകുന്ന ചെട്ടിനാട് പാലസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒന്ന് കരിക്കൊക്കെ കുടിച്ച് ഇനിയിപ്പം ബസ് വരാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതുവരെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ബസ് വന്നു. പെട്ടെന്ന് തന്നെ ബസ് കയറി. പിന്നെ ഇപ്പം കയറിയില്ലേ പിന്നെ ബസ് ഇനി കുറേ കഴിഞ്ഞിട്ടേ ഇല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഏകദേശം കാരക്കുടി പോകുന്ന വഴിക്ക് ഒരു കിടിലം മ്യൂസിയം ഉണ്ടെന്നാണ്. മ്യൂസിയം അല്ല, ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം എന്ന് പറയും. അപ്പോൾ അവിടേക്കൊന്ന് കയറി. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നില്ല. അതായത് വിൻറ്റേജ് കാറ്, വിൻറ്റേജ് കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കിടിലം സ്ഥലമാണ്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അങ്ങനെ ആ വിൻറ്റേജ് കാർ മ്യൂസിയത്തിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. നല്ല ചൂടുണ്ട്. അതുപോലെ ഓട്ടോ ഒന്നും ഇവിടെ ഇപ്പോൾ കിട്ടാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും നടക്കാമെന്ന് വിചാരിച്ചു മെയിൻ റോഡിലോട്ട്. അങ്ങനെ തിരിച്ച് കാരക്കുടി വന്ന് ലഗേജൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ചെട്ടിനാടാണ്. നമ്മൾ നേരത്തെ ആദംകുടി കണ്ട പോലെയല്ല ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞു. ചെട്ടിനാട് ഇഷ്ടം പോലെ പാലസ് ഉണ്ട്. അതുപോലെ ഏറ്റവും വലിയ പാലസായ ചെട്ടിനാട് പാലസും ഉണ്ട്. ഈ ഒരു സ്ഥലമാണ് നമ്മളെ ഈ ചെട്ടിനാട് പാലസിൻ്റെ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് നമ്മൾക്കിനി എല്ലാ പാലസും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഈ ഒരു വഴിയാണ് നമ്മൾ ചെട്ടിനാട് മെയിൻ പാലസിലേക്കുള്ള
ഒരു എൻട്രൻസ്. ഇവിടെ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഇഷ്ടം പോലെ പാലസുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചെട്ടിനാട് എന്നുള്ളതൊരു സ്ഥലപ്പേരല്ല എന്നാണ് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ചെട്ടിനാട് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ നമ്മളെ ഏറ്റവും വലിയ ചെട്ടിനാട് പാലസ് എന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ ശരിക്കുള്ള പേര് കനാഡു കാതൻ പാലസ് എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അതവിടെ പൂട്ടിയിട്ടിരിക്കണം, നമുക്ക് പെർമിഷൻ ഇല്ല, പെർമിഷൻ എടുത്തവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് ഈ ചെട്ടിനാട് പാലസിന്റെ ഒരു സൈഡാണ്. നിങ്ങൾ ഇപ്പം ഈ കാണുന്നൊക്കെ ഈ ആരും താമസിക്കാത്ത കുറെ വിട്ടുപോയ കുറെ പാലസ് ഇല്ല, അതായത് മെയിൻറ്റെയിൻ ചെയ്യാത്ത കുറെ പാലസ് ഉണ്ട് ഈ സൈഡിൽ തന്നെ. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്, ഇപ്പൊ കാണുന്നത്. ഇതൊക്കെ ഉണ്ടോ, ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പഴയ പാലസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ചിലതിൽ നമ്മൾക്ക് കയറാൻ പറ്റുണ്ടോ. അപ്പൊ നമ്മൾക്ക് എന്തായാലും ചെട്ടിനാട് പാലസിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് വേറെ പാലസ് ഉണ്ടോ നോക്കിയിട്ട് ഇപ്പോൾ കയറാൻ വേണ്ടി നോക്കാം. അങ്ങനെ കുറച്ചൊന്നും നടന്നപ്പോൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ആയിട്ടുള്ള വേറൊരു പാലസ് കണ്ടു. അപ്പൊ ഇതിലേക്ക് ചെറിയൊരു എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ആദംകുടിയിലെ ഒരു പാലസ് ഉണ്ടില്ലേ, ഏകദേശം അതേപോലുള്ളൊരു സ്റ്റൈൽ തന്നെ. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്നത്, അത്യാവശ്യം കാണാൻ ഒരു ലുക്ക് ഉണ്ട്. ഇതിന്റെ സെന്ററിൽ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്കുള്ള ഒരു വ്യൂ ഉണ്ട്, അതും കാണാൻ നല്ല രസമാണ്. ചെട്ടിനാട് സ്റ്റൈൽ തന്നെയാണ് ഇതും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയാൽ താഴോട്ടുള്ള ആ കിഡ്ലം വ്യൂ ഇല്ലേ, അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. കാരണം ഞാൻ കുറെ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് താഴേക്കുള്ള ഒരു വ്യൂ. അപ്പൊ എനിക്ക് താഴേക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് നോക്കുമ്പോൾ വ്യൂ ഉണ്ട്, അത് കിഡ്ലയോ കാണാൻ നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ ആദംകുടി പാലസിൽ കണ്ടുപോലെ തന്നെ ഇവിടെയും ഒരുപാട് മുറികളുണ്ട്, എല്ലാം ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കാൻ ചെറിയൊരു അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് താഴെ എന്ത് നടക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായി. എന്താ അല്ലേ ഈ ഡോറൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പക്ഷെ പഴയ ഡോറൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ഒരു പാലസ് മെല്ലെ ഏതായാലും ഇറങ്ങി. ഇതാണ് ആ പാലസിന്റെ നമ്മുടെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ പുറത്തേക്കൊന്ന് നടന്നു. ഈ വേറെ കുറെ ഇഷ്ടംപോലെ പാലസ് ഉണ്ടല്ലോ, അതിന്റെ ഈ പുറത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ചുറ്റുവട്ടം
ഇഷ്ടം പോലെ പാലസ് ഉണ്ട് കേട്ടോ, പക്ഷെ എല്ലാത്തിലും നമുക്ക് എൻട്രി ഇല്ല. അതുപോലെ തന്നെ ഈ മെയിൻറ്റെയിൻ ചെയ്യാത്ത പഴയ പാലസും ഉണ്ട്. ഇതൊക്കെ ലോക്കാണ്, ഇതും നമുക്ക് എൻട്രി ഇല്ലാത്ത. നമ്മൾ നേരത്തെ കണ്ടില്ല ആദംകുടി പാലസ്, എനിക്ക് ഈ പാലസ് കണ്ടപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഓർമ്മ വന്നത്. ഏകദേശം ഇവിടെ ഉള്ള പാലസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അത് ഈ ചെട്ടിനാടുള്ള പാലസിനുള്ള ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഉണ്ട്, അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും അതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് കാണുന്ന വ്യൂ ആയാലും. ഇത് വേറൊരു പാലസ്, ഇവിടെ എൻട്രി ഉണ്ട് എന്നാണ് കണ്ടത്. അത് കഴിഞ്ഞ് അകത്തേക്കൊന്ന് കയറി, പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അത്ര നല്ലതല്ല എന്ന് ഓർത്തപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അവിടെ അധികം ആൾക്കാർ അങ്ങനെ കയറുന്നുണ്ടായിട്ടേ, ഞാനും വേറെ 1-2 ആൾക്കാർ അങ്ങ് കയറി. പക്ഷെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അത് ഒട്ടും മെയിൻറ്റൈൻഡ് അല്ലായിരുന്നു. അത് മാത്രമല്ല അവരുടെ സ്വഭാവം അത്ര നല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ ഇപ്പം നമ്മൾ ട്രിച്ചി ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ നേരെ, അതായത് ചെട്ടിനാടുന്ന് നമ്മൾ ബസ് കയറി ഡയറക്റ്റ് ഇപ്പം ട്രിച്ചി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾക്ക് ശ്രീരംഗം കാണാൻ പോകുന്നുണ്ട്, അതുപോലെ 1-2 സ്ഥലങ്ങളിലൂടെ കാണാൻ പോകുന്നുണ്ട്. അത് നാളെയാണ് നമ്മൾ പ്ലാനുള്ളത്. അപ്പോൾ ചെട്ടിനാടിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ, അതായത് നമ്മളിനി ശ്രീരംഗത്തിൻ്റെ വീഡിയോ